ആകാശത്ത് ഹോട്ട് എയർ ബലൂൺ ഫ്ലൈ ചെയ്ത് കണ്ടിട്ടുണ്ടോ? അതെ, നമ്മളിപ്പോ നിൽക്കുന്നത് ടർക്കിയിലെ കപ്പഡോക്കിയയിലാണ്. ലോകത്തിൽ ഏറ്റവും ആസ്വാദ്യമായ പറക്കലാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ബലൂണിലുള്ള ഒരു പറക്കലാണ്. കാണുമ്പം കപ്പഡോക്കിയുടെ ഈ കൃഷിയിടത്തിന്റെ ആകാശം മുഴുവൻ ബലൂണുകളാണ്. ഒരു 100 ബലൂണുകളുണ്ട്. വലിയൊരു അത്ഭുത ലോകത്ത് നമ്മൾ എത്തിയതുപോലെയാണ്. ഏതോ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ ആക്രമിക്കാൻ ഇറങ്ങുന്ന പോലെ നമുക്ക് തോന്നുകയായിരിക്കും. ഒരു 8-10 ജീവനക്കാർ വേണം ഒരു ബലൂണിനെ പറക്കാൻ തയ്യാറാക്കാനും പറന്നിറങ്ങിയതിനെ തിരിച്ച് മടക്കി കെട്ടി പാക്ക് ചെയ്ത് റെഡിയാക്കാനും. ഇവരെല്ലാം കൂടെ ഒരു പിക്കപ്പ് വാനിൽ ഈ ബലൂൺ പറക്കുന്നതിന് പിന്നാലെ അനുഗമിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ ബലൂൺ എവിടെ ഇറങ്ങാൻ ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം ഈ ബലൂൺ പറക്കുന്നത് കാറ്റിന്റെ ഗതി കൊണ്ട്. ഈ ബലൂണിനെ പറത്തുന്ന പൈലറ്റിനകത്തുണ്ടെങ്കിലും അയാൾക്ക് ഇതിന്മേൽ യാതൊരു നിയന്ത്രണവും ഇല്ല. ഇയാൾക്ക് ആ പാല ചെയ്യാവുന്നത് ഇതിനെ പൊക്കാം, ഇതിനെ താത്താം. അതിന് ഒരു 5 നില കെട്ടിടത്തിന്റെ 6 നില കെട്ടിടത്തിന്റെ ഉയരം ഉണ്ടാവും. കത്തിച്ച് ഒരു ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്താരം ഉണ്ടാവും. അത്ര വലുതാണ് ഈ ബലൂൺ. അപ്പൊ അതിനകത്ത് മുഴുവൻ വായു നിറയണം. വായു വെറും വായു നിറഞ്ഞാൽ പോലെ ചൂടുവായു നിറയണം. ചൂടുവായു കൂടുതൽ നിറയുകയും പുറത്തുള്ള അന്തരീക്ഷത്തിന്റെ വായു നല്ല തണുപ്പായിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ബലൂണിനകത്തെ വായു നല്ല ചൂടാകുമ്പോൾ ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നുള്ള പ്രിൻസിപ്പിളാണ് ഇതിനകത്ത്. ജീവിതത്തിൽ നമ്മൾ ഹെലികോപ്റ്ററിലോ വിമാനത്തിലോ ഒന്നും പോകുന്ന പോലെയല്ല. അതിനൊക്കെ എരമ്പലുണ്ട്, ശബ്ദമുണ്ട്, അത് പ്രത്യേക രീതിയിലാണ് പറക്കുന്നത്. കുഞ്ഞ് ഒരു വിൻഡോയിലൂടെ നമ്മൾ പുറം കാണുന്നുള്ളൂ. ഇതങ്ങനെയല്ല. നമ്മൾ വെറുതെ ഒരു കൂടക്കകത്ത് കയറി നിൽക്കുന്നു, അതിങ്ങനെ ആകാശത്തേക്ക് പൊങ്ങിപ്പോകുന്നു. ശബ്ദമില്ല, ചുറ്റോട് ചുറ്റും നമുക്ക് കാണാം. നമ്മളിങ്ങനെ ഒരു കെട്ടിടത്തിന്റെ ബാൽക്കണി നിൽക്കുന്ന പോലെ നിൽക്കുന്നു. സ്മൂത്തായ ഉയർച്ച നേരെ മുകളിലേക്ക് ഉയർന്നങ്ങ് പോവാണ്.